ക്വസ്റ്റ്യൻ നമ്പർ 1 ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്ററിലെ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ള ചോദ്യമായിരുന്നു അത്. ക്വസ്റ്റ്യൻ: ഇഫ് വൺ സ്ട്രാൻഡ് ഓഫ് എ DNA ഹാസ് ദ സീക്വൻസ് ATGCTTCA, സീക്വൻസ് ഓഫ് ദ ബേസസ് ഇൻ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എസ്. സോ നമുക്കറിയാം അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടും അതുപോലെ തന്നെ സൈറ്റോസിൻ എപ്പോഴും ഗ്വാനിനുമായിട്ടാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുക. ഒരു സ്ട്രാൻഡിലെ അഡിനിൻ മറ്റേ സ്ട്രാൻഡിലെ തൈമിനുമായിട്ടും, ഒരു സ്ട്രാൻഡിലുള്ള സൈറ്റോസിൻ അടുത്ത സ്ട്രാൻഡിലെ ഗ്വാനിനുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുക, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുക. എയും ടിയും തമ്മിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ സിയും ജിയും തമ്മിൽ എപ്പോഴും ട്രിപ്പിൾ ബോണ്ടായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ATGCTTCA. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സ്ട്രാൻഡിലെ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബേസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്ക് എപ്പോഴും ടി ആയിരിക്കും, ടിക്ക് എപ്പോഴും എ ആയിരിക്കും, ജിക്ക് സി ആണ്, സിക്ക് ജി ആണ്, ടിക്ക് എ ആണ്, ആൻഡ് ടിക്ക് അഗെയിൻ എ ആണ്, സിക്ക് ജി ആണ്, എക്ക് ടി ആണ്, അല്ലേ? എയും ടിയും തമ്മിൽ ഡബിൾ, അഗെയിൻ ഡബിൾ, ട്രിപ്പിൾ, ട്രിപ്പിൾ, ഡബിൾ, ഡബിൾ, ട്രിപ്പിൾ, ഡബിൾ, ഇങ്ങനെ പോവാം. അപ്പോൾ നിങ്ങൾ നോക്കൂ, TACGAAGT. Option 2 is the right answer.